अभिभाषक एक मुष्टि प्रहार 2 क्रमशः 1 2 3 स्वस्ति। साथियों मिश्र ആഹാ പണി മുഴുവൻ ഞങ്ങൾ എടുത്ത് എന്നിട്ട് വെള്ളം കുടിക്കണോ മൂപ്പൻ തീർക്കല്ലേ. ജി ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻ്റാക്കി തുടങ്ങി. നമ്മളിപ്പോഴും പാന്റ് ഇട്ട ഇതിന്റെ ഒരു ഫീല് കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാൻ്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഇതന്നെ വീട്. അമ്മോ അസാധ്യ വീടാണല്ലോ. ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയന്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മുതൽ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. എടാ, നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്നൊരു ജോലിയുള്ളത് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ടൊരു ചാണകോയി പോയി തല വെക്കുന്നത്? റമ്പൊക്കെ വിടാം. നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ. നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ? വിടറാ, പിരിയാം. നീയല്ല അഡ്രസ്സ് അപ്പ് പിടിച്ചത്. നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു? എന്റെ ഗിരിയേട്ട, ആ കുട്ടി നമ്മുടെ എതിർ പാർട്ടിക്കാരാന്നുള്ള ഇവനോട് പറയേണ്ട കാര്യം എന്താ? ഓ കഴിക്കുകയാണെ കഴിച്ചോട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞോണ്ട് ഇതിന് കൂട്ടുക എന്നെ കിട്ടൂല. അവർ നമ്മളെ വർഗ്ഗശത്രുക്കളാ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ആക്കൂ. നിക്ക്, ഞാനാക്കി തരാം. അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സി.പി.ക്ക് ഓള് സി.പി.ക്ക്. അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഓന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP-കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ? ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട്
ദിനേശിനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി അടുത്തൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. കേക്ക് പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. കേക്കേ, നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയും, എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം? അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKPയുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. ഓൻ പോയി സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനൊന്നും അമ്പരന്നു. NSS ക്യാമ്പ് വഴിയുള്ള പരിചയമാണ്. ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാണ്. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഓ നമ്പ്യാർജിക്ക് നമ്പ്യാർജിക്ക് ഒന്ന് വിളിക്കടാ. നമ്പ്യാർജിക്ക് ആ എന്തെല്ലാം ദിനേശ വിശേഷം? സുഖനപ്പ. ഇതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. വേറെ എന്തെങ്കിലും വേണേ പറയണേ കേട്ടാ, ഞാൻ പറയണ്ടേ? പറയാം. എവിടെ ചെന്നാലും കമ്പനിക്കാരാന്നല്ലോ. എപ്പോ ഇങ്ങോട്ടെന്നെ വരുത്ത്? അങ്ങനൊന്നുമില്ല. ഇപ്പം എപ്പോ എന്നെ കല്യാണം കഴിക്കാൻ പ്ലാൻ? കല്യാണോ? കല്യാണമൊക്കെ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊന്നും നടക്കില്ല. ബെസ്റ്റ്. കൂട്ടുകാരെല്ലാം വിട്ട് ഇത്ര അർജന്റായിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കാന്ന്. ഇപ്പം ആ താമസിക്കുന്ന വീടില്ലേ, ഒരു 100-500 പേർക്ക് അവകാശമുള്ള. അടുത്തേക്കാണ് നിന്നെ വിളിച്ചോണ്ട് കൊണ്ട്. പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പണിയണുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ 6 വർഷത്തെ സാലറി ഉണ്ട്, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി പെർമനൻ്റ് ആവണം. ഇപ്പം തൽക്കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെയൊക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത്. അതൊക്കെ കാരണമാണ്. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ, ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നോ? എന്തു പ്രശ്നം? ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണണേനു. കുറെ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികൻ തറ. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഞാൻ നല്ലൊരു സഖാവാണ്. എനിക്ക് ഈ പ്രേതഭൂത പിശാചികളേക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. പിന്നെ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ വിചാരിക്കാൻ ഈ ഡയലോഗ് എപ്പോ പറയാൻ പോകുന്നെന്ന്. ശരി, ആ നിങ്ങളെ നാളേതാ? നാളും കോളൊന്നുമില്ല. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 29/5/92. നല്ല ഓൾഡ് മോഡൽ ആണല്ലോ. പോയ നല്ല ഗോൾഡ് മോഡലാണ്. വെറുതെ ഇരിപ്പം എന്താണ് ഈ പറഞ്ഞത്? ജനിച്ച സമയം? അമ്മ രാവിലെ 6:45 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. ആ അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടം. വെറുതെ അല്ല. ഇപ്പൊ 7 ചൊവ്വ തീരാനിനി ഒരു 6 മാസം എടുക്കും. തീരാൻ ഇനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹനില. രക്ഷപ്പെടില്ല? ഇല്ല. നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നാ. ഹലോ. വീട്ടിൽ ചെന്നാലും 1 മാസം കാല് പൊന്തിച്ചെന്നെ വെക്കണം കേട്ടാ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛമ്മേ? ഉള്ള പോലെ തന്നെ ഉണ്ട്. കണ്ണ് എറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കോളും. ആര് പറഞ്ഞാലും കേൾക്കൂല മോളെ. അങ്ങനെ എന്നെ കെട്ടിട്ട് വളർത്താന്നൊന്നും ആര് കരുതണ്ട കേട്ടോ. അങ്ങനെ കെട്ടിട്ട് വളർത്താത്തോണ്ടാ ഇപ്പേടെ ഇങ്ങനെ കമ്പിയിട്ട് കിടക്കേണ്ടി വരുന്നേ. 25,000 രൂപ ഇപ്പൊ ചെലവായ. ബാക്കിയുള്ള കൂടെ വരുന്നുണ്ട്. മോളെ നീ ഓനെ കൊണ്ട് പുറത്തേക്ക് പോയേ. ഇവിടെ ഒന്ന് 2 ആളും കൂടി കടിച്ചു കയറും. പോയ പോയ അമ്മേ ചായ കുടിക്കാൻ എടുക്കട്ടെ? എനിക്കൊരു ചായ ഒന്നും വേണ്ട. 10,500. പൊന്നെ, ഇതിലൊരു 5,000 ഉണ്ട്, എടുത്തോ. വേണ്ട. സഖാവിന് അത്രയ്ക്ക് അഭിമാനോ? ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസയാ മാഷേ.
എൻ്റെ കയ്യിലുണ്ട്, വേണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേൾക്കുവോ? എന്താ പറയും? ദിനേശ് ചേട്ടൻ ഒരു കാര്യം ചെയ്, ഒരു കണിയാനെ പോയി കാണ്. കണിയാനോ? നീ എന്ത് കെണിയൊക്കെയായി പറയുന്നേ? കെണിയല്ലപ്പാ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. പ്ലീസ്, അനക്ക് വേണ്ടി. എൻ്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്നൊരു കണിയാൻ വന്നിട്ട് പ്രശ്നം വെച്ച് ശരിയാക്കുന്നോ? എന്നാൽ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ, നമുക്ക് കണിയാനെ വരുത്താം. എന്നിട്ട് പ്രശ്നം വയ്ക്കട്ടെ. അല്ല ഞാൻ എന്ത് പറയാൻ? ഇതാ ആ എടാ ദിനേശ, അത്യാവശ്യമായിട്ട് ഒരു 10,000 റുപ്യാണ് JCB കൊടുക്കാൻ. നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി. പിന്നെ അല്ലടാ, ഷാരമേനെ തല്ലിട്ടിട്ട് പശു നേരെ പോയി കിണറ്റിലാണല്ലോ വീണത്. അതിനെ പൊക്കിയെടുക്കാൻ JCBക്ക് 10,000 റുപ്യേ. എൻ്റെ ഒരു സമയം തന്നെ. എൻ്റെ കയ്യിൽ 5,000 റുപ്യുള്ളൂ. ഇപ്പോൾ ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എടാ ചെയ്യണേ. ആ ചെയ്യാം. ചെയ്യിക്കും. എന്താടോ? നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ? 5,000 പറഞ്ഞില്ലേ തരാന്ന്, അത് തരുമെന്ന്. ഓ, 5,000. പ്ലീസ്. അയ്യോ ആ, പോന്നോട്ടെ. ആ, ആ. ഇല്ല അമ്മേ, കഴിഞ്ഞു കഴിഞ്ഞു. അതെടുത്ത് ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ വീട് പണിക്ക് ഇഷ്ടി ഇറക്കിയതാണ്. അങ്ങനൊരു കാര്യമായിരുന്നു. അത് മതിയാ? വേറെ വേണോ? പക്കല്ലേ? നീ എന്തോ ഓക്കെ ആണോ? പതുക്കെ 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 മോളെ. ഇത് കറക്റ്റാട്ടോ. ആ ഇത് പൊടിച്ച് പോകുമ്പോ ചേർത്താലോ. നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ. മേലെല്ലാം മുക്കി തുടച്ചു കൊടുക്കാലോ. ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് നല്ല വേദന ഉണ്ടോടി. സാരല്ല, വേഗം മാറും. അമ്മേനെ ഒന്ന് തുടപ്പിച്ചിട്ട് ഞാൻ ചായ എടുക്കാം കേട്ടാ. ആ കാലിനുള്ളിൽ ഇപ്പൊ എന്താ സ്വർണത്തിന്റെ കമ്പിയാട്ട്? ഭയങ്കര പൈസ തന്നെയല്ലേ? ആന്ന്. ആ ജോസ് മാഷൊക്കെ പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാളോ. എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തുംപിടിയും കിട്ടണില്ല. അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ശരിയായിരിക്കുമോ അതൊക്കെ? എടാ, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു കണിയാണ്ട്. മൂപ്പരടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട. ഗീതി അറിഞ്ഞാൽ അയ്യും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെയല്ലേ? എന്നാ ഒന്ന് പോയി നോക്ക്. എൻ്റെ ഓള് പറഞ്ഞല്ലേ. ഓളങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? നോക്കി നിൽക്കാണ്ട് എടുക്കടാ. ചൂട് ചൂട് ചൂട്. അയ്യോ, എൻ്റെ മോളെ. ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരിപീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 98470555 പിന്നെ 35 കൂടി. അങ്ങനെ മൊത്തത്തിൽ 55. രാഹുകേതു, രാശിമാറ്റം, ജോലി മാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോൾ വന്നല്ലോ. എന്താ സഹോദര? പറഞ്ഞോളൂ, എന്താ വിഷയം? ഇത് തന്നെയല്ലേ സ്ഥലം? ഇതാണ് സ്ഥലം. ഇത് വേണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കയറി നോക്കാം. ആദ്യം നീ പോയി നോക്ക്. ഞാനാ ചെല്ല്.
വലിയ സഖാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും. ഒരെണ്ണത്തിനും ധൈര്യമില്ല. ഹാ, നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുടെ അടുത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക. അപ്പൊ പൈസ കിട്ടും. ഓ ഏ, എന്താ ആരാ നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്, ഞങ്ങളുടെ പ്രോഗ്രാമിലാ. ആ പറ വേണു. മുരളി മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു. ഇതെന്റെ സെൽഫി സ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ. ആരാ എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളുക. സജി ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവനാ. എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രേ? പൂരാടം. കരിമ്പൂരാടം ആയിരിക്കും. നോക്കിട്ട് പറയാം. ശരണ്യേ കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണല്. നേരത്തെ എണ്ണയിച്ചൂടെ? കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എൻ്റെ പേര് ദിനേശ് എന്നാ. ഇയാളാരാ? മൈൻഡ് ചെയ്യണ്ട പണിക്കരെ, യു കണ്ടിന്യൂ. ആ, പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗല്യോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പോരാത്തതിന് ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം? ഇപ്പം താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ കൂട്ടായിപ്പാട്ടോ. അവിടെ ഇവനടക്കം ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം. എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവാഹിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ? എൻ്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്. ഓ, ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവൂ. മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണാൻ. ആള് ബഹുമെടുക്കണ. ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിക്കല്ലേ? വിശ്വസിക്കും. എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ. ഇവിടെ എളുപ്പം വരണുണ്ടോ? ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂപ്പർ ഒരു ആവാഹനത്തിലാണ്. വാഹനത്തിലോ? വാഹനത്തിലോ? ആവാഹനത്തിൽ. പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തിരുമേനി വരട്ടെ. പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോട്ടോ. 13 ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ. കണ്ട, സത്യം നിമിത്തം 13 അല്ല 20 തരും. ഈ അടുപ്പം കല്ല് ഞാനിരില്ലു. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടതല്ല. ഒന്നല്ലോ. പിടി ബീഫ് കറി, മത്തിക്കറി,
അയില മുളട്ട് ഫ്രൈ ഇല്ല എന്നാ വേണ്ട എന്റെ സ്വാമി ഇതല്ല വേറെ കറി ഇല്ല 13 ആൾക്കാർ ആവാഹിക്കാൻ പറ്റില്ല പണിക്കർ അയ്യോ ആവോലി കറി ഇപ്പ ആവോലിയല്ല പണിക്കർ വണ്ടി വന്നതാണ് ആവാഹനം നേരത്തെ പറയണ്ടോ പണിക്കര് പറഞ്ഞിനി റെഡിയാക്കാം. അതിപ്പം എത്രയാവുമെന്ന് ഒന്ന് പറയാം. 13 ആത്മാക്കള് കുറച്ച് കഠിനാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 2 10 20 ഒന്ന് കൂട്ടിയോ കൂടോ. വെയിറ്റ് ശരി വെയിറ്റ് ചെയ്യാം. ഏണിമാമ മതിയാ ആൾക്കാണ്ടോ ഒരു 10,000 പൂജ്യം വേണ്ടേ വേണം. 1,30,000 രൂപ പിന്നെ എൻ്റെ 2,000 രൂപ. സ്വാമി എന്ത് എന്താ കാര്യം? ഓനൊരു 1,000 രൂപ കൊടുക്കണം. കണക്കൂട്ടിയില്ല എങ്ങോട്ടാ? മൊത്തം 1,33,000 രൂപ. അല്ല 13 ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാണല്ലോ, അപ്പം എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഈശ്വരാ സുഹൃതക്ഷേമം ആത്മാക്കൾക്ക് ഡിസ്കൗണ്ടാ എന്തായി പറയുന്നത്? നമുക്ക് ഭാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും. 10 പൈസ കൊടുക്കണ്ട, ഫ്രീയാ. ഇതോ 13 ആത്മാക്കളെ ആവാഹിക്കണം. കുറച്ച് പണിയുണ്ട്. ഈ ആത്മാക്കളെ കാര്യത്തിൽ ഞാൻ അകടെ പിടിച്ചിട്ടാ കുറക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ആത്മാവിന്ന് ഒരു 500 രൂപ അങ്ങനെ കഴിച്ചേ. ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഞാൻ പിന്നെ ഇടപെടാക്കി തരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ എത്ര എടുക്കാനുണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ, നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ അടിപൊളിയാക്ക സംഭവം. അടിപൊളിയാക്കേ? അല്ല അയ്യോ, നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവോ? ദിവ്യനാണ് ദിവ്യൻ. അപ്പൊ പറഞ്ഞേ ഓക്കെ. കണ്ടിട്ട് പവറുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? ഇതെന്താണത്?